നമസ്കാരം. ഈ സിറ്റി ബിൽഡേഴ്സ് ആപ്പിലൂടെ വീടുകൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. ആമസോണോ ഫ്ലിപ്കാർട്ടോ Alibaba.com ഒക്കെ പോലെ നമ്മൾക്ക് നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് വോള്യൂംസ് ഉള്ളത് കൊണ്ട് ഏഷ്യൻ പെയിൻറ്റ്സ് മുതൽ ഗോദ്രേജ് വരെയുള്ള കമ്പനികൾ നമ്മൾക്ക് 5 മുതൽ 50% വരെ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നതാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ. അതോടൊപ്പം തന്നെ വർക്ക് കോൺട്രാക്ടേഴ്സ്, വർക്കേഴ്സ് ഒക്കെ ഇതേപോലെ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നതുകൊണ്ട് ക്ലയൻസിന് അവരുടെ ഡ്രീം ഹോം, കാല് തുടയ്ക്കുന്ന ചവിട്ടി തിരുമ്പുന്ന കല്ല് മുതൽ പ്രെയർ റൂം വരെ ഏതാണ്ട് 10% കോസ്റ്റ് കുറഞ്ഞിട്ട് അവർ ഡ്രീം ഹോം എന്നുള്ള വില്ലാസ് ആണെങ്കിലും അപ്പാർട്ട്മെന്റ്സ് ആണെങ്കിലും ബിൽഡ് ചെയ്യുക. ഇതാണ് ഈ മെത്തേഡ്, റൈറ്റ്. ഇനി അടുത്തത് അതേപോലെ തന്നെ അവർക്ക് അവരുടെ സ്വന്തം സ്ഥലത്ത് അവർക്ക് പ്ലോട്ട് ഉണ്ടെങ്കിൽ ആ പ്ലോട്ടിലോ അല്ലെങ്കിൽ സിറ്റി ബിൽഡേഴ്സ് ആപ്പിൽ കൂടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്ലോട്ടുകൾ വാങ്ങിയിട്ട് കണ്ടെത്തിയിട്ട് അതിലോ അവരുടെ ഈ ഡ്രീം ഹോം ഈ 10% സേവ് ചെയ്തിട്ട് അവർ ഡ്രീമിനനുസരിച്ചുകൊണ്ട് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് സിറ്റി ബിൽഡേഴ്സ് ആപ്പ്. ഇപ്പം ഞാൻ നിങ്ങളുടെ ഉമ്മർത്ത് വരുന്നത് നമ്മുടെ പാലക്കാട് ചാത്തൻകുളം ഗാർഡൻ എന്ന് പറയുന്ന നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ കുറച്ചും കൂടി അപ്പുറത്ത് ചാത്തൻകുളം ഗാർഡൻ എന്ന് പറയുന്ന 100 കൂടുതൽ വീടുകൾ താമസിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ലിജു സാറിൻ്റെ ഫാമിലിക്ക് വേണ്ടി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ള 4 സെൻറ്റ് സ്ഥലത്ത് ഒരു 1401 സ്ക്വയർ ഫീറ്റിൽ ബിൽഡ് ചെയ്തിട്ടുള്ള വീടിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹോം ടൂർ വീഡിയോ ആയിട്ട് വരുന്നത്. ഈ വീടിൻ്റെ എലിവേഷൻ നോക്കുക. ഈ എലിവേഷനും ഈ റിയൽ എലിവേഷൻ തമ്മിൽ കംപ്ലീറ്റ് അതേപോലെ ഓരോ ഭാഗവും നമ്മൾ പണിയെടുത്ത് കറക്റ്റായിട്ട് അത് എടുത്തിട്ടുണ്ടാവും. വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ ഗേറ്റിലേക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ഭാഗത്ത് തന്നെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസാണ്. അത് കഴിഞ്ഞാൽ നേരെ സിറ്റൗട്ടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ഷൂ വയ്ക്കാനുള്ള സ്പേസ്, റാക്ക് എല്ലാം ഉണ്ട്. അതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ മോശമില്ലാത്ത വലിയ ലിവിങ് സ്പേസ്, അപ്പുറത്ത് TV വെക്കാനുള്ള സ്പേസ്, ഷോ കേസ് വെക്കാനുള്ള സ്പേസ്, നേരെ പുറകിലേക്ക് കിടക്കുമ്പോൾ അവിടെ സ്റ്റെയർ കേസ് താഴെ ഇൻവെർട്ടർ സ്പേസ്, വാഷ് ബേസിൻ സ്പേസ്, ഡൈനിങ് നേരെ അപ്പുറത്തേക്ക് കിടന്നാൽ ഡൈനിങ് ടേബിൾ, ഡൈനിങ് റൂമായി. നേരെ അവിടുന്ന് ഡൈനിങ് റൂമിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കിടക്കുമ്പോൾ വലിയ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂമാണ് അതിൻ്റെ. അതേപോലെ വാൾ ഡ്രോപ്സ്, മിറേഴ്സ് എല്ലാം വെക്കാൻ പറ്റുന്ന സ്പേസ്. ഇപ്പം നേരെ ആ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് വാഷ്റൂമിനകത്ത് വെറ്റ് ഏരിയ, ട്രൈ ഏരിയ, EWC വെച്ചിട്ടുള്ള സ്ഥലം, വാഷ് ബേസിൻ എല്ലാം വെൽ അറേഞ്ച്ഡാണ്. അത് കഴിഞ്ഞ് നേരെ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ കിച്ചണും നല്ല വെൽ അറേഞ്ച്ഡ്. കിച്ചണിൻ്റെ തൊട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ വാഷ് ബേസിന് പുറത്തേക്ക് ഒരു ഡോറും. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. നേരെ മുകളിലേക്ക് വന്ന് അടുത്ത സ്റ്റെയർ കയറി മുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ നമുക്ക് സ്റ്റെപ്പ് കയറുന്ന അവിടെ തന്നെ നമ്മുടെ അയണൊക്കെ ചെയ്യുന്ന സ്പേസ്, അയൺ ചെയ്യുന്ന സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നേരെ അപ്പർ ലിവിംഗ് റൂം ഉണ്ട്. വളരെ സ്ലൈഡിംഗ് ഡോറൊക്കെ വെച്ചിട്ട് വളരെ നീറ്റായിട്ട് ഓപ്പൺ ടെറസിലേക്ക് ഫേസ് ചെയ്തിട്ടുള്ള അപ്പർ ലിവിംഗ് റൂം ഉണ്ട്. അത് കഴിഞ്ഞാൽ നേരെ കയറുന്നത് 2 ബെഡ്റൂം, 2 സൈഡ്. ഫ്രണ്ടിലൊരു ബെഡ്റൂം, അത് വലിയ ബെഡ്റൂം, ചോട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ നേരെ മുകളിലുള്ളത് വാൾ ഡ്രോപ്സ് വയ്ക്കാനുള്ള സ്പേസ്. അതേപോലെ ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം. എല്ലാ ബാത്റൂമിലൊക്കെ നോക്കിയാൽ അറിയാം നല്ല ക്വാളിറ്റി ഉള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സാണ് ഇവിടെ യൂസ് ചെയ്തത്. നേരെ അപ്പുറത്തേക്ക് കയറി കഴിഞ്ഞാൽ പുറകിൽ വേറൊരു ബെഡ്റൂമുണ്ട്. ആ ബെഡ്റൂമിൻ്റെ പുറകിൽ അതിൻ്റെ ടോയ്ലറ്റും അതിൻ്റെ പുറകിൽ തന്നെ. നേരെ ആ ബെഡ്റൂമിൽ നിന്ന് പുറത്ത് വന്ന് ഓപ്പൺ ടെറസിലേക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വൃത്തിയായിട്ടുള്ള ഓപ്പൺ ടെറസ്. അവിടെ നിന്ന് സ്റ്റെയർ വെച്ച് നേരെ മുകളിലേക്ക് വാട്ടർ ടാങ്കിലേക്കുള്ള വേ ഉണ്ടാവും. അതിൻ്റെ മുകളിൽ ഓപ്പൺ ടെറസ് ഫ്രീ ആയിട്ട് സ്ഥലവും. ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങി ഒന്ന് അറൗണ്ട് നോക്കുകയാണെങ്കിൽ ഇൻക്ലൂഡിങ് വീടിൻ്റെ പുറത്ത് കാല് തുടയ്ക്കുന്ന ചവിട്ടി തിരുമ്പുന്ന കല്ലിന് പോലുള്ള സ്പേസ് അടക്കം കണ്ടുകൊണ്ട് ഉള്ള ഈ നല്ല വീട് ഈ മെത്തേഡിൽ കൂടെ ബിൽഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം ഇതിൻ്റെ കോസ്റ്റ് അറൗണ്ട് 29 lakhs അടുത്താണ് ഈ വീടിന് വന്നിരിക്കുന്നത്. ഇത് ഏകദേശം നോക്കുമ്പോൾ ഈ മെത്തേഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ സ്ലാബും അതിൻ്റെ തിക്നെസ്സും കാണുമ്പോൾ മനസ്സിലാവേണ്ട അതിൻ്റെ ക്വാളിറ്റി എന്താണ്. ആ ക്വാളിറ്റിയൊക്കെ ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ വീട് എന്നുള്ളത് എല്ലാവരും ഒരു വലിയ സ്വപ്നമാണ്, ഒരു ഭൂരിഭാഗം കുടുംബങ്ങളുടെയും. അപ്പോൾ അങ്ങനെ ഈ മെത്തേഡിൽ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ഡ്രീം ഹോം അവർക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കും അത് കണ്ട് ബോധ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളത് പറ്റാവുന്ന ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഫാമിലീസിനോ ഒക്കെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അവർ ഈ വസ്തുത ഇവിടെ വന്ന് കണ്ട് ഒരു 10-20 വീടുകൾ നേരിട്ട് കണ്ട് അവർക്ക് ആ ക്വാളിറ്റിയും അതിൻ്റെ കോസ്റ്റ് എഫക്റ്റീവ്നെസ്സും അതിൻ്റെ മെത്തേഡും ഒക്കെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ബോധ്യപ്പെടുകയാണെങ്കിൽ അവർ ബുക്ക് ചെയ്ത് അവർ മുന്നോട്ട് പോയിക്കോട്ടെ. ലെറ്റ് ഹാവ് അവർക്കും എല്ലാവർക്കും വീടുകൾ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നല്ല വീട് കിട്ടാനുള്ള സാധ്യത ഉപയോഗപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്. For 5 years I actually ഒരു വീട് പ്ലാൻ ചെയ്യാൻ അല്ലെങ്കിൽ വീട് കെട്ടണമെന്ന് വിചാരിച്ചിരുന്നു. സോ ലാസ്റ്റ് ഒരു 1.5 years ബാക്ക് ഞാൻ ദിവ്യേച്ചിനെ ആക്ച്വലി കാണുന്നത്. സോ ചേച്ചിയാണ് എനിക്ക് ആ ഒരു പ്ലോട്ട് അവിടെ നിങ്ങൾ ഇപ്പോൾ മുൻപുണ്ടായിരുന്ന ചാത്തൻകുളം ഗാർഡൻ പ്രോജക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ന്യൂലി ഒരു 2 acres ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അവിടെ പ്ലോട്ട് അവൈലബിൾ ആണ് ചേച്ചിയാണ് എനിക്ക് പറഞ്ഞിരുന്നത്. സോ നേരിട്ട് അവിടെ പോയി കാണുകയും ആ പ്ലോട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ദെൻ ഇറ്റ്സ് ലൈക്ക് എ ഡ്രീം എന്ന് പറയാലോ, ഒരു വർഷത്തെ ടൈം. ഇതിന്റെ ഒരു
മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് ആയിരുന്നു ഫുള്ളി. അതെ. സോ ദ തിങ് ഈസ് ലൈക്ക് ഞാൻ ഓൾറെഡി ഒരു 3-4 ഡ്രോയിങ്സ് എക്സ്ട്രാ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഈ പ്ലാൻ വെച്ചിട്ട്. സോ ഷീസിനെ ആയിരുന്നു ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ്ലി. സോ ഓരോ ടൈമും ഓരോരോ ആൾട്രേഷൻസ് പറയുന്ന ടൈമിലും ലൈക്ക് വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു ഷീസിന. സോ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ലൈക്ക് ഞാൻ ഈ ഫീൽഡുമായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്ത ഒരാളാണ്, ലൈക്ക് IT പ്രൊഫഷനിലാണ്. എന്നിരുന്നാലും എനിക്കൊരു ക്ലിയർ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ലൈക്ക് എന്തൊക്കെ സാധനം എവിടെയൊക്കെ വേണം എന്നൊക്കെ ഉണ്ടായിരുന്നു. സോ അറ്റ് ദ എൻഡ് എല്ലാം ഓൾ ഗുഡ്, നല്ല രീതിക്ക് വന്നു എന്ന് വിചാരിക്കും. നല്ല അഭിപ്രായമാണ്. ഓക്കെ വേറെ ഒരു ഇല്ല. ടു ബി ഫ്രാങ്ക്, നിങ്ങളുടെ കോൺസെപ്റ്റ് വളരെ നല്ലതാണ്. ബിക്കോസ് ഒരു ഓപ്പൺ ലെഡ്ജർ എന്ന രീതിക്ക് ഒരു കസ്റ്റമേഴ്സിന് ഫ്രം ഡേ 1 ഓൺവേർഡ്സ് ഡേ എൻഡ് എന്ന് വരെയുള്ള എല്ലാ ട്രാൻസാക്ഷൻസ് ഡീറ്റെയിൽസും അതിൽ അവൈലബിൾ ആണ്. ദാറ്റ്സ് വെരി നൈസ്. പക്ഷേ ഇന്നലെ ഒരാൾ വന്നിരുന്നു കേബിൾ ഇന്റർനെറ്റ് കണക്ഷൻ ചെയ്യാൻ. സോ പുള്ളി പറഞ്ഞിരുന്നത് ഒരു 4 സെന്റ് വീട്ടിൽ നിൽക്കുന്ന ഒരു വീടായിട്ട് തോന്നുന്നില്ല, കുറച്ചുകൂടെ നല്ല രീതിക്കുള്ള കുറച്ച് വലിയ വീട് പോലെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. സോ കേൾക്കുമ്പോൾ വളരെ സന്തോഷം. താങ്ക് യു.